ഞാൻ എന്നുള്ളത് പട്ടായിലുള്ള നൂങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു തീംഡ് ഗാർഡനാണ്. ഈ ഗാർഡൻ ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. തായ്ലൻഡ് വരാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടും കൂടിയാണത്. ഇവിടെ നമുക്ക് കുറേ എലിഫൻസിനൊക്കെ കാണാം. ആനിമൽസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്പോട്ടും കൂടിയാണ്. ഞാൻ എൻ്റെ ലൈഫിലൊരു ആനേനെ തൊട്ടത് ഇവിടെ വന്നിട്ടാണ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എലിഫൻസാണ് ഇവിടെ. ഒരു മിനി സൂവും കൂടിയാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത്. പിന്നെ അയാളുടെ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് ഒരു സാധനം കാണാം. ആനവാലാണ്. ഇതിവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ഓവർ 500 ഏക്കേഴ്സാണ് ഈ ഒരു ഗാർഡൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സും വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് തന്നെയുണ്ട് ഈ ഒരു ഗാർഡനിൽ. നമുക്ക് ഇവിടെ നിന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു ഗാർഡൻ എന്ന് വെച്ചാൽ ഇതൊരു റിസോർട്ടും കൂടിയാണ്. പിന്നെ ഇവിടുത്തെ മെയിനാണ് ഓർക്കിഡ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് റയർ ആൻഡ് എക്സോട്ടിക് ഓർക്കിഡും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ പിന്നെ കുറച്ച് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ മെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മിനി സൂവും കൂടി ഉണ്ട്. ബേർഡ്സിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, പിന്നെ ഫീഡ് ചെയ്യാം. അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന മിക്ക വിസിറ്റേഴ്സ് ഇവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കും. പ്ലാന്റ്സിനോടൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഗാർഡൻ. പിന്നെ ഇവിടെ കുറച്ച് എലിഫൻസൊക്കെ ഉണ്ട്. ഇവർ വെൽ ട്രെയിൻഡ് ആണ്. ഇത് കാരണം അടുത്തേക്കൊന്നും പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ടിപ്പ് ചോദിച്ചു വാങ്ങുന്ന ഒരു പതിവ് ഇവർക്കുള്ള കാരണം നമ്മൾ എന്തായാലും കയ്യിൽ കാശ് എന്തായാലും കരുതണം. പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്ട്രാ ടിപ്പൊന്നും കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനും ഇവർക്കറിയാം. പിന്നെ ഇവിടെ വരുന്നവരൊരു 6-7 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കൂടി കണ്ടിട്ട് വേണം വരാൻ. ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും ഇവിടെ പറ്റും. ഈ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് നേച്ചർ ആൻഡ് ആർട്ട്. സുവിനിയേഴ്സൊക്കെ വാങ്ങാൻ പറ്റിയ ഷോപ്പും കൂടിയും ഈ ഗാർഡനിലുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 8 മണി തൊട്ട് 6 മണി വരെയാണ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് നമുക്ക് ഈ ഗാർഡൻ ഫുള്ളായിട്ട് നടന്ന് കാണാം, അല്ലെങ്കിൽ സൈക്കിൾ റെൻറ്റിന് എടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഷട്ടിൽ സർവീസ് ഉണ്ട്, ചെറിയൊരു മിനി ബസ്സൊക്കെ ആയിട്ട്. ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് പബ്ലിക്കായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പാക്കേജ് ഒന്നും എടുക്കാണ്ട് വരുന്നവർക്ക് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ടാക്സി ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. തായ് കൾച്ചറലായിട്ടുള്ള കുറച്ച് ഷോസും ട്രഡീഷണൽ ആയിട്ടുള്ള തായ് ഡാൻസും അതുപോലെ തന്നെ മ്യൂസിക് പെർഫോമൻസും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഷോ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നതാണ്. നമ്മൾ മലയാളികൾക്ക് പിന്നെ ഈ ഒരു സംഭവത്തോട് വലിയ പിടുത്തില്ലാത്ത കാരണം ജസ്റ്റ് കണ്ടിരിക്കാമെന്ന് മാത്രം. അറ്റ് ലാസ്റ്റ് ഫൈനലി എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ് ഈ ഒരു എലിഫൻറ്റ് ഷോ. ഈ ഒരു ടിക്കറ്റിൽ ഈ ഒരു ഷോ ഇൻക്ലൂഡാണ്. സോ അപ്പോൾ ഇതൊക്കെ കാണാൻ എൻജോയ് ചെയ്യുക. ബൈ.